വെൽക്കം ടു ജലീൽ കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഉള്ളിക്കറിയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെ നോക്കാം. ഉപ്പ്, കറിവേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, വെല്ലം, ഉലുവ, വാളംപുളി, പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി. ഇത്രയും ചേരുവകളാണ് നമുക്ക് വേണ്ടത്. പിന്നെ കായം, വെളിച്ചെണ്ണ. അടുപ്പ് കത്തിച്ച് നമുക്കൊരു മൺചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്ന ശേഷം അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി മൂത്ത് വന്ന ശേഷം അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് പച്ചമുളക്, അരിഞ്ഞു വെച്ച പച്ചമുളക് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. കായപ്പൊടി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കായപ്പൊടി നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ആക്കാം. ഇനി നമ്മൾ ചെറിയ ഉള്ളി കൊടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു ബ്രൗൺ കളർ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് അടച്ചു വെച്ച് വഴറ്റിയാലും മതി, അല്ലെങ്കിൽ നമുക്കിങ്ങനെ വഴറ്റിയെടുക്കാം. ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളി നമുക്ക് വേഗം വാടി കിട്ടും. ഉള്ളി കുഴിഞ്ഞിട്ട് വെള്ളം അതിലേക്ക് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഉള്ളി ഏകദേശം വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വാളംപുളിയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നമ്മൾ പുളി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പുളിവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ചെറുള്ളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുക്കാം. മുളക് പൊടി, നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ പച്ചമണം ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുപ്പ് സ്ലോയിലായി വെച്ചിരിക്കണം. നല്ല തീയിലേക്ക് കഴിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം നമ്മുടെ ചെറിയ ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമുക്ക് എന്താക്കുക, ശർക്കര, വെല്ലം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് എണ്ണ തെളിയുന്ന വരെ ഒന്ന് ചെറിയ തീയിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അടിപൊളി ടേസ്റ്റാണ്. അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ബായ്.